അങ്ങനെ മംഗളത്തിൻ്റെ ലാസ്റ്റ് പാട്ടായിട്ട് ഞാൻ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവളെ മംഗളത്തിൻ്റെ കൊജി തീർന്നിട്ടേ ഇല്ല, ലാസ്റ്റ് തീർന്നവനില്ല. ഇനി ഇന്ന് അടുത്ത ഓറ് ഞമ്മ പെരക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായി. ഇത് ഒരു ചെറിയൊരു മംഗലം പോലെ തന്നെ അടുത്ത ആരും വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടേ എക്സാം ആയതുകൊണ്ട് പുരയിൽ നിൽക്കാനേ സമയം കിട്ടിയിട്ട് അങ്ങനെ കെട്ടുമുട്ടെല്ലാം കെട്ടിയിട്ട് പിള്ളമാർ സ്കൂളിലേക്ക് പോയ പാട് പോകുന്നുണ്ട്. അപ്പോഴേക്കാകുമ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന്. ദീദിമാരെല്ലാം ഒക്കെ കൂടിയാകുമ്പോൾ ഞമ്മക്കങ്ങനെ അധിക പണി ഉണ്ടാവല്ലതാ. ദീദി വന്നിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട്. 2-3 ആളെ കൂടിയിട്ട് ഒരു ഞാവുണ്ട്, രക്കാവുണ്ട്, ദീദിമാരെല്ലാവരും ഉണ്ട്. ഓരോരോ വെറൈറ്റി പുഡിങ് ആക്കുന്ന തിരക്കിലുള്ളത്. ഞാൻ പിന്നെ അതിലെ വീഡിയോ എടുത്തോണ്ട് നടന്നേ. എനിക്കിങ്ങനെ പിള്ളേർ നോക്കുന്നത് ഇങ്ങനത്തെ ചെറിയ പണി മാത്രമുള്ളത്. നമുക്ക് അനിയത്തിക്കും ബാക്കി എല്ലാ പണിയും ഓരെടുക്കും. കുട്ടീൻ്റെ എല്ലാ A to Z ഞങ്ങൾക്ക് ഒരു പണി ഉണ്ടാവല്ലോ ഓറുണ്ടെങ്കിൽ എല്ലാ പണിയും ഓറ് തന്നെ എടുക്കൽ. ഇത്തരുന്ന മംഗലോ ബിരുന്ന് മൊയിലാഞ്ചി നിന്നിട്ട് നല്ല പൊലിസുണ്ടായി. ഇപ്പോൾ ബേജാറാണ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇൻഷാല്ലാ ഒരു ആപ്പാൻ്റെ മോളെ മംഗലും കുഞ്ഞാൻ്റെ പുള്ളീൻ്റെ മംഗലും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഫംഗ്ഷൻ എല്ലാം തീർന്നു. അങ്ങനെ ഞാൻ അക്കാൻ്റെ വീഡിയോസ് എടുത്തോണ്ട് വരുന്നുണ്ട്. അക്കല്ലേ ഞാൻ നിന്നെ കണ്ടിരുന്നു കുറേ ആൾ ചെല്ലിന് നിങ്ങൾ അക്ക യൂട്യൂബിലുണ്ടെന്നല്ല അങ്ങനെയെല്ലാം കുറേ കഥ പറയുന്നുണ്ട്. ഞാൻ അക്കാണ് ഞാൻ വൈറലാക്കി തരാമെന്നിട്ട് ഒക്കെ ചിരിച്ചിട്ട് കഥ എല്ലാം പറയുന്നുണ്ട്. ആടെ കണ്ടിനും ചെല്ലിനെന്നല്ലോ. അപ്പോൾ ഇത് നമ്മളാണ്. ഇതെന്ത് അക്കാൻ്റെ പേര് മീനാക്ഷിയ, അതെന്തൊരു അക്ക. അങ്ങനെ താഴെല്ലാം നിന്നിട്ട് മുകളിൽ പറയാൻ എന്താക്കുന്നത് നോക്കാതിട്ട് പോയിട്ടുണ്ടായി. ഞങ്ങൾ ഇത്തരുന്ന കഴിഞ്ഞ ഫംഗ്ഷന് വൈകുന്നേരം ഞാൻ രാവിലെ എന്തുകൊണ്ടായിട്ടാ. അങ്ങനെ ഞാനോള് റെഡി ആയാൽ നോക്കാന്നിട്ട് പോകുമ്പോൾ ഓള് റെഡി ആയിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ബ്ലൗസെല്ലാം സെറ്റാക്കിനെ. ഇതേടപ്പടി ഇതിനൊക്കെ ഷാലെന്ന് തോന്നുന്നു. നല്ല ശീലുണ്ടായി. ഇത് വർക്കിൻ്റെ ബ്ലൗസ് ഫിഫ നല്ല സെറ്റപ്പാക്കി കൊടുത്തിന്. ഇത് അപ്പോൾ ബ്യൂട്ടീഷ്യനെല്ലാം വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തിട്ട് വന്നത്. ഇത് പിന്നെ ഓന് സെർവ് ഇതായോണ്ടില്ലേ കുറേ ഫ്രെയിം കിട്ടീനവേ. ഇത് ഒരു ദിവസം മുന്നേ കുറേ ഉണ്ട് താഴെ മീറ്റയിലേക്ക് കുറേ ഫ്രെയിം കിട്ടീന്. അങ്ങനെ ബ്യൂട്ടീഷ്യന്മാർ സാരിയെല്ലാം സെറ്റാക്കിയിട്ട് വരുന്നുണ്ട് 2 ആൾ. ഇവരുടെ പേരെന്ത് നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് നമുക്ക് ഓരോരാൾക്ക് ഓരോരോ തരം പുഡിങ് ആക്കിയിട്ട് ട്രെയിലെല്ലാം കൂട്ടിയിട്ട് വെച്ചിട്ട് അതിന് ഞാൻ മുകളിൽ കുറേ ഫ്രെയിം കണ്ടിട്ട് ഇതെല്ലാം താഴെയുള്ള ഫ്രെയിമാവേ എല്ലാം എൻ്റെ സ്കൂളത്തെ പിള്ളമാർ കൊണ്ടുവന്നതാണ്. മാഷാല്ലാ ചെറിയ KG സെക്ഷനിലെ പിള്ളേർ അന്നെങ്കിൽ സാറിന് ഗിഫ്റ്റ് എന്നിട്ട് കൊണ്ട് വന്നിന്. വെറും കൈയോടെ വന്നിട്ടാണ്. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇനെന്ത് പുഡിങ് എന്ത് പേര് ചെല്ലണ്ട എന്തെന്ന്. ഒന്ന് മാർബിൾ പുഡിങ് പറഞ്ഞ്, ഒന്ന് ബ്രെഡ് പുഡിങ് എന്ന് പറഞ്ഞ് ഇതെല്ലാം കുറേ തരം പേര് പഠിച്ചിട്ടുണ്ടായി. ഇപ്പോൾ 2-3 ദിവസമായില്ല മറന്നിട്ട് പോയി. പിള്ളമാർ ആരും ഉണ്ടായിട്ടേ ചെറിയ പിള്ളമാർ എല്ലാം സ്കൂളിലായിട്ടുണ്ടായി. അതിനോണ്ട് ഞങ്ങൾ വലിയ ആൾ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് അലമ്പാക്കാനോ ഇതാക്കാനോ എന്ത് വന്നിട്ടാണ് ഫുഡാക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇഞ്ഞാൻ്റെ ജസ്റ്റ് ഒന്ന് ചോറിനെ ഇതാക്കാനായിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് വേറൊരേട്ടത്തി നല്ല കേക്ക് പുഡിങ് ആക്കി വെച്ചിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാ പുഡിങ്ങും. കുറച്ച് കിട്ടിയോണ്ടാന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായി. എല്ലാം അതൊന്ന് ചട്ടി പഠിക്കാൻ ഞങ്ങൾക്കാണ് കിട്ടിയത്. പുഡിങ് ആക്കാത്തവർക്കെല്ലാം ഇതൊരു വലിയ പണിയായിട്ട് തോന്നും. പക്ഷേ ഈ ഓരെല്ലാം പുഡിങ് ആക്കിക്കൊണ്ടുള്ള ആൾക്കാർ ഇത് 10 ആൾക്ക് 20 ആൾക്ക് 30 ആൾക്ക് 100 ആൾക്ക് വരെ എൻ്റെ ദീദി ആക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഓർക്കൊന്നും ഇതൊരു പ്രശ്നമില്ല, ഒരു സിമ്പിൾ സംഭവമാണ്. പക്ഷെ നമുക്കിത് കാണുന്നവർക്ക് എത്ര ആക്കിയിട്ട് വെച്ചിനെ നിൽക്കുന്നുണ്ടാവില്ല. മാഷാല്ലാ ഇനി ഇന്നലെ നല്ല ഓർഡർ കിട്ടിട്ട് അങ്ങനെതാ മിന്നുണ്ടായി. ഇത് മിന്നു സ്കൂളിലേക്ക് പോകാതെ മിന്നുവിനെ നിർത്തിച്ചില്ല ചെറിയ പിള്ളമാരെ നോക്കാൻ. അങ്ങനെ മിന്നു പിള്ളമാർക്കെല്ലാം ഐസ്ക്രീം ബൈക്കിടുന്ന അതിൻ്റെ അടുത്ത് അങ്കോള് തന്ന്. അങ്ങനെ എല്ലാ പുഡിങ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇത് ഏടെ വെക്കും എന്നിട്ട് നമ്മൾ പീടയിൽ കൊണ്ടുപോയിട്ടേക്കാം. പീടയിലത്തെ ഫ്രീസറിൽ വെക്കാൻ എന്നിട്ട് എല്ലാ പീടയിലത്തെ ഫ്രീസറിൽ കൊണ്ട് വെച്ചത്. നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച പിന്നെ പിള്ളമാർ തോണ്ടുന്ന ബയ്യറിയല്ല. അതിൻ്റെ ഇടയിൽ അജ്ജു വന്നുണ്ട് ഡ്രസ്സിങ്ങെല്ലാം സെറ്റാക്കിയിട്ട് ഓന് വന്നിട്ട് മുകളിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ദീദി പറഞ്ഞു നീ വേറെ എന്ത് പണിയെടുക്കാണ്ട് നീ നല്ല തണുത്ത ടാങ്കിൻ്റെ ജ്യൂസ് ആക്കിയിട്ട് വെക്ക്, വന്നവർക്കെല്ലാം കൊടുക്കുക. ഇപ്പോൾ പിള്ളമാർക്കും പണിക്കാർക്കും ഓർക്കൊക്കെല്ലാം ഓർക്കെല്ലാം കൊടുക്കുക. നല്ല ടാങ്കിൻ്റെ ജ്യൂസ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി പോയിട്ട് നല്ല സെരിപ്പാണ്ടി അമ്പട്ടൻ്റെ അച്ചാറുണ്ട് എന്നിട്ട് അമ്പട്ടൻ്റെ അച്ചാറെല്ലാം കൊണ്ട് വന്നിനെ ചോറിന് കൂട്ടാൻ. ഇന്ന് ഉച്ചക്കേക്ക് വെറും ചോറും ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായത്. അതിൻ്റെ ഇടയിൽ പാട്ടും മേളമൊന്നും അല്ലെങ്കിൽ പിള്ളമാർ ഡാൻസ് എല്ലാം കളിക്കുക. അങ്ങനെ എല്ലാവരും മാപ്പിളമാരും അളപ്പാമാരും കാക്കാമാരെല്ലാം ചോറെല്ലാം വയ്ക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമായി ഇത് 4-4:30 മണി. പിള്ളമാരെല്ലാം സ്കൂളിൽ നിന്നെല്ലാം വന്നിട്ട് പിള്ളമാരെല്ലാവരും ഡ്രസ്സ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരാൾ ഞങ്ങൾക്ക് അത് എന്നിട്ട് പിള്ളമാർക്കെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് ഞാൻ ഡ്രസ്സ്. അങ്ങനെ എല്ലാവരോട് കുളിച്ചിട്ട് വരാമെന്നില്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം പോയിട്ട് നോക്കിയിട്ട് വന്നാൽ സെറ്റായിനാന്ന്. പിന്നെ ചായൻ്റെ സമയമായിട്ട് അളപ്പാളിയ കാക്കാന്നെല്ലാം എല്ലാവരും ചായ കുടിക്കുന്നുള്ളത്. മംഗളത്തിൻ്റെ പുരയിൽ ഒരു പൊലിസ് തന്നെയല്ല, ഒരു ബാർ തന്നെ. ഇപ്പോൾ ഒരു കരക്കരാണ് ഈ മഴയെല്ലാം വരുമ്പോൾ. മാഷാല്ലാ നമ്മളെ ഇൻസ്റ്റാ ഫാമിലി യൂട്യൂബ് ഫാമിലി എല്ലാം പെട്ടെന്ന് ഇൻക്രീസ് ആയിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് യൂട്യൂബ് ഫാമിലി ഒണക്കിയാവാനായി ഇത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് വേണം.
അങ്ങനെ പിള്ളമാരെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ വലിയ ആൾ റെഡി ആവാറ്റ് പോയതാ. പിള്ളമാരെല്ലാം ആണ് ഉൾട്രെല്ലാം ഒരേപോലത്തെ മാച്ചിങ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നല്ല മൊഞ്ചായിട്ടുണ്ട്. അങ്ങനെ ഓരോരാൾ പണിയിലുണ്ട്. ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ് ഇത് ഇനി പിന്നെ ഫുള്ളോടെ പണി. അങ്ങനെതാ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കുന്നുണ്ട്. അപ്പൊക്കെ ഞങ്ങൾ ചെറിയ 2 സുന്ദരമണികൾ കഴിഞ്ഞിട്ട് ഉമ്മ ഞങ്ങളെ വീഡിയോ എടുക്കുന്നെല്ലാം ഉണ്ടതാ. അങ്ങനെ ഒരു നല്ല ചേലുള്ള സുന്ദരി കുട്ടികളായിട്ടുണ്ട്. പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഡ്രസ്സ് ഏടാ ഡിസൈൻ ആക്കിയത്, ഏടാക്കിച്ചത്, ബ്ലൗസ് ഏടാക്കിച്ചതെന്നല്ലോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറയാവേ. ഈ വീഡിയോയിലൊന്ന് പറഞ്ഞെങ്കിൽ അത് തേല അങ്ങനത്തെ ഒരു ഭയങ്കരത്തിൻ്റെ കഥ ഉള്ളൊരു ഇത് നോക്കട്ടെ, അത് പറയണ വേണ്ടേന്ന്. അങ്ങനത്തെ ഒരു കഥ ഭയങ്കര അറുവല പൊടിച്ചൊരു ഡ്രസ്സിൻ്റെ കഥ ഞങ്ങൾതാവേ. എന്താ ചിച്ചുവിൻ്റെ മെയിൻ പണി എന്താ പറയുക, അവൾ ആരോടും അങ്ങനെ ഇതാക്കാൻ നിൽക്കല. പുള്ളമാരൊക്കെ എന്നെ കളിച്ചോണ്ട് ചിരിച്ചോണ്ടുണ്ടാവും. അങ്ങനെ ചിരിച്ചു കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തോണ്ട് വന്നത്. പിന്നെ ഈനും ഡ്രസ് കോഡ് ആക്കി ഞാൻ ചോദിച്ചിന്, ഞങ്ങൾ ഈനും ഡ്രസ് കോഡ് ആക്കിന്. പക്ഷെ ഓരോരാളെ കളർ ഡിഫറെൻ്റ് എന്ന് മാത്രം, ഡ്രസ്സെല്ലാം സെയിമാണ് ഏകദേശം. അങ്ങനെ താഴത്തെ കൃതിയായ ഫുഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടായതാ. മുകളിലോനും കപ്പിൾസ് എല്ലാം ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ പറയുന്നുണ്ട് നീ എന്ത് നീലക്കോയില്ല എന്നല്ലേ കേട്ടിട്ട്. അങ്ങനെ അതാ ഓരോരാളിങ്ങനെ വരുന്നുണ്ട്. പിന്നെ വരുന്നാട്ടി അതിൻ്റെ ഇടയിൽ ഞങ്ങളെല്ലാവരും കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ നിൽക്ക്, ആടെ നിൽക്ക്, ഈടെ നിൽക്ക് എന്നല്ലിട്ട്. പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് തന്നാസ് കിച്ചൺ റിലേറ്റീവാണ്, ആരാന്ന്, കസിനാണെന്നല്ലോ. തന്നാസ് കിച്ചൺ എൻ്റെ സ്വന്തം ഏട്ടത്തിയാണ്, ജംഷി. ഇത് അങ്ങനെ കുറേ ആളുടെ കുറേ ഞാൻ കമൻറ്റ് ഇട്ടിന് എൻ്റെ ഏട്ടത്തി എന്നിട്ട് ചോദിക്കുന്നത് തന്നാസ് കിച്ചണിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഇങ്ങനെന്നല്ലോ. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടുത്ത ആൾക്കാരെല്ലാം കുറച്ചായിട്ട് വരുന്നുണ്ട്. അതാ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങളെ ഫുള്ള് മുറ്റം ഒന്നാകെ നിറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് പെണ്ണുങ്ങൾ വന്ന് നിന്നിട്ട്. ഫസ്റ്റ് ജ്യൂസ് കൊടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനിട്ട് പിന്നെ വീഡിയോസ് എന്തെടുക്കാൻ സമയം ഉണ്ടായിട്ടോ ഒന്നാകെ ജഗപക എന്നിട്ട് ഞങ്ങൾ എല്ലാവരും 6 ആളും അയിലീല ഓരോട്ടാഞ്ഞ്. ഇത് നിങ്ങൾ കുറേ ആൾ മുണ്ടിക്കൊണ്ട് വരുന്നുണ്ടായി. ഇത് നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾ, നിങ്ങൾ തന്നാസ് കിച്ചൺ, നിങ്ങൾ ഷെരീഫ മൊഗ്ര എന്നെല്ലാം കേട്ടിട്ട് നല്ല പൊളിസുണ്ടായി. അങ്ങനെ പായസം എല്ലാം സപ്ലൈ ആക്കുന്നുണ്ട്. ഈ വീഡിയോയോട് കൂടി ഞങ്ങളെ പുരയിലത്തെ മംഗലത്തിൻ്റെ പൊലിസും ഗൗജിയും എല്ലാം തീർന്നവ. ഇനി ഇൻഷാ അല്ലാ ആപ്പാൻ്റെ മോളെ മംഗലാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് ഡോൾക്കിനൈറ്റ് മംഗലം മൊയിലാഞ്ചി എന്നെല്ലാം ഞങ്ങൾക്ക് ഒരു നീണ്ട വീഡിയോസ് ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഫോണിൽ. ഇത് ഇൻഷാ അല്ലാ അപ്പോൾ ഇത് കഴിഞ്ഞ ഞാനത് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ആക്കാം. ഇത് ഒന്നാകെ അപ്ലോഡ് ആക്കാൻ നിങ്ങൾക്ക് നോക്കാൻ ഒരു മൂടുണ്ടാവില്ല. പിന്നെ കുറേ ആൾ ചോദിച്ചു നിങ്ങളെ പുരയുടെ ബ്രൈഡിൻ്റെ പുരയുടെ അങ്ങനെ ഇങ്ങനെയെന്നല്ല. ഞങ്ങളെ പുര മുഗ്രാൽ തന്നെ, ബ്രൈഡിൻ്റെ പുര മുഗ്രാൽ തന്നെ, ഞങ്ങൾ അടുത്ത് തന്നെ, കുറേ ലോങ് അല്ല. ഈ വീഡിയോ ഫുള്ള് Q&A പോലെ ആയിട്ടുണ്ടാവും, ഓരോരോ ചോദ്യത്തിന് ഓരോരോ ഉത്തരം പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഒരാൾക്ക് തന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് മാത്രമല്ല ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കേട്ട പോലെ കണ്ട പോലെ അങ്ങനെ ആയിട്ട് ഞാൻ വീഡിയോസിൻ്റെ ഇടയിൽ തന്നെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയും തന്നിനതാവേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് ഉണ്ടായിന് എനിക്ക് എങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമെന്ന്. അപ്പോൾ 2-3 ആൾ കമൻറ്റ് ഇട്ടിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ഡേ മൈ ലൈഫ് കാണാൻ ഇഷ്ടം, ഇങ്ങനത്തെ മംഗലത്തിൻ്റെ വ്ളോഗ്, നിങ്ങൾ പോയ വ്ളോഗെല്ലാം കാണാൻ ഇഷ്ടമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അപ്പാൻ്റെ മോളും കുഞ്ഞുമാൻ്റെ മോളെല്ലാം മംഗലുണ്ടെന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ബേജാറാക്കണം, ഞാൻ ഫുള്ള് വ്ളോഗായിട്ട് വരാവേ. കുറേ കൊളാബാക്കാനുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം പെൻഡിങ് ഉണ്ട്. ഓർക്ക് ചോദിച്ചോളുണ്ട് വീഡിയോസ് ആയിട്ടേന്ന്. നമുക്കിപ്പോൾ ഇടയിലൊരു മംഗലം വന്നുകൊണ്ട് അതെല്ലാം പെൻഡിങ്ങിലുള്ള. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ കൊളാബിന് കിട്ടിയതെല്ലാം കുറച്ച് ഡിലേ ആകുമോ ഇത്. പിന്നെ കുറേ ആൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ എല്ലാ ഐറ്റംസ് വെറുതെ കിട്ടുന്നത്. വെറുതൊക്കെ എങ്ങനെ കിട്ടുന്നത്, നമ്മളിതൊരു പണിയല്ലേ, നമ്മളിപ്പോൾ പണിയായിട്ട് ചെറിയ രീതിയിലൊരു പണി പോലെ കൊണ്ടുവന്നതല്ല. അപ്പോൾ ഇങ്ങനെ അത് വെറുതെ കിട്ടുന്നത്. നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഇട്ടിട്ട് അതിന് വോയിസ് കൊടുക്കാൻ അത് ചെറിയ കാര്യമല്ല. അത് ഈ ഫീൽഡിലുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഇത് മനസ്സിലാവും. ഇത് കാണുന്നവർക്ക് എന്താ ഇങ്ങനെ ജസ്റ്റ് ഫോണിൽ വീഡിയോ എടുക്കുക, വോയിസ് എടുക്കുക. പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ കഷ്ടപ്പാടുണ്ട്. പണിക്ക് പോകുന്നതിനായിട്ട് അധികം കഷ്ടപ്പാടുണ്ട്. ഞാൻ ക്ലാസ്സിന് തന്നെ ഇപ്പോൾ ഈ വീഡിയോസ് കുറേ എഡിറ്റ് ആക്കാൻ ഇതാക്കാനുണ്ടെങ്കിൽ പോലെ. പിന്നെ മാഷാ അല്ലാ ഒരു ലക്കുണ്ട്, ഞാൻ പെട്ടെന്ന് ക്ലിക്കായി. വീഡിയോസ് ഇട്ടിട്ട് 1 മന്ത് ആകുമ്പോൾ ക്ലിക്കായി. എൻ്റെ ബാക്കിൽ നിന്ന് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമാണ് പോയവരുണ്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ക്ലിക്കാവാത്ത. എന്തോ ഒരു ഭാഗ്യം കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് 1 മന്തിൽ തന്നെ ക്ലിക്കായി. അതെൻ്റെ ഒരു അൽഹംദുലില്ലാ മാഷാ അല്ലാ അതൊരു പറഞ്ഞൊരു എന്ത് പറയുന്ന സംഭവം തന്നെയായിപ്പോയി. അങ്ങനെ കഥ പറഞ്ഞിട്ട് ഞാൻ ഇതിലേ നടക്കുമ്പോൾ ഞങ്ങളെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടായതാ. വന്ന ആൾക്കാരെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് പുഡിങ്ങും ഫ്രൂട്ട്സെല്ലാം കഴിക്കാൻ പോയിട്ടുണ്ടേ.
പിന്നെ കുറേ ആൾ ചോദിച്ചു ഇത് എങ്ങനെ തുടങ്ങൽ, എങ്ങനെ വീഡിയോ എഡിറ്റ് ആക്കൽ, എങ്ങനെ. ഇപ്പോൾ നമ്മൾ A to Z നമ്മൾ യൂട്യൂബിലുണ്ടല്ലോ എല്ലാം എങ്ങനെ എടുക്കണ്ടേ, എങ്ങനെ വെക്കണ്ടേ, എങ്ങനെ അപ്ലോഡ് ആക്കണ്ടേന്നല്ലോ. വീഡിയോസ് ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. പകുതി നിർത്താനും പകുതി ആകുമ്പോൾ നമ്മളെ യൂട്യൂബേഴ്സ് തന്നെ നമ്മളെ താത്തിക്കൊണ്ട് പോകും. നമ്മൾ ഇടുന്ന നിർത്തിയെങ്കിൽ ഇത് അങ്ങനത്തെ അല്ല. അതിനെല്ലാം കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഇങ്ങനെ ട്രാസ് നമ്മളെ പണി പോലെ ആൾക്കാൻ കാല വീഡിയോസ് ഇട്ടോട് വേണം. പറഞ്ഞിട്ട് അടുക്കലെത്തി. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എൻ്റെ മംഗലത്തിൻ്റെ വിശേഷമെല്ലാം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങളുടെ മംഗലത്തിൻ്റെ വിശേഷം എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അപ്പം എൻ്റെ മോളെ മംഗലത്തിൻ്റെ വിശേഷമായിട്ട് ഞാൻ വരാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ലൈക്ക് കമൻറ്റെല്ലാം ഇടാവേ. മാഷാ അല്ലാഹ് ഈ വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോഴേക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.